കശുവണ്ടി കോർപ്പറേഷൻ ഇറക്കുമതി അഴിമതി കേസിൽ സിബിഐക്ക് വീണ്ടും പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സംസ്ഥാന സർക്കാർ. മുൻ MD കെ രതീഷ്, INTC സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരൻ എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിരുന്നു അനുമതി തേടിയിരുന്നത്. ഇരുവർക്കുമെതിരെ പുതിയ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് സിബിഐക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. വിവരങ്ങളുമായി ഷബന സിയാദ് ചേരുന്നു. ഷബന, ഈ തെളിവുകൾ മതിയായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലതിന്റെ അടിസ്ഥാനത്തിലാണോ അനുമതി നിഷേധിച്ചത്? തീർച്ചയായും. കാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി തന്നെ ഇതിൽ നിർദ്ദേശം നൽകിയിരുന്നു. 25-ാം തീയതിക്ക് മുമ്പ്, അതായത് നാളേക്ക് മുമ്പായി CBI കാര്യം വ്യക്തമായി അറിയിക്കണം എന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഏതായാലും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഇത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടില്ല. ഹൈക്കോടതിയെ ഈ അടുത്ത ദിവസം തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കും. എന്നാൽ CBI ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2006-2015 കാലഘട്ടത്തിലാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിലാണ് കോടികളുടെ അഴിമതിയും അതുപോലെ ഫണ്ട് ദുരുപയോഗവും ആരോപിക്കപ്പെട്ടത്. പ്രാദേശിക വിപണിയിൽ നിന്ന് അസംസ്കൃത കശുവണ്ടി വാങ്ങാൻ സർക്കാർ ഇക്കാലയളവിൽ 80 കോടി രൂപ അനുവദിച്ചെങ്കിലും പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തി വിദേശത്ത് നിന്ന് അടക്കം ഇറക്കുമതി നടത്തി എന്നതായിരുന്നു ആരോപണം. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ R ചന്ദ്രശേഖരനെയും മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷിനെയും വിചാരണ ചെയ്യാൻ CBI വ്യവസായ വകുപ്പിൽ നിന്ന് അനുമതി തേടിയത്. എന്നാൽ അത്തരത്തിൽ അനുമതി തേടിയെങ്കിലും നടപടിയില്ലാത്തതിനെ തുടർന്ന് കടകംപള്ളി മനോജ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി ഇതിൽ സംസ്ഥാന സർക്കാരിനോട് ഈ ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ മതിയായ രേഖകൾ CBIക്ക് കൈമാറിയിട്ടില്ലെന്നും അതിനാൽ കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ട് സർക്കാർ ഒരു ഉപഹർജിയും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രധാന രേഖകളുടെ പകർപ്പുകൾ നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയതാണെന്ന് CBI അറിയിച്ചതിനെ തുടർന്ന് അന്ന് 1 മാസത്തിനകം പ്രോസിക്യൂഷൻ അനുമതി അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കഴിഞ്ഞ ജനുവരിയിൽ കോടതി നിർദ്ദേശം നൽകിയിരുന്നതാണ്. അതിനുശേഷവും ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഈ ഹർജിക്കാരൻ വീണ്ടും കോടതിയലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കഴിഞ്ഞ ദിവസമാണ് 25-ാം തീയതിക്ക് മുമ്പ് സർക്കാർ ഇതിൽ തീരുമാനമെടുക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. ഇപ്പോൾ ഏതായാലും സംസ്ഥാന സർക്കാർ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. ശരി, ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബന സിയാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.